Abba Love and Cookie Stories. പഴുത്ത കൊടംപുളിയാണല്ലത്. ഇത് നന്നായിട്ട് കഴുകുക. ഈ സമയത്താണ് അല്ലേ കൊടംപുളി ഉണ്ടാവുക? കൊടംപുളി പഴുത്ത് വീണിട്ടാണ്, മഴക്കാലത്തിലെ പഴുത്ത് വീണിട്ടാണ് അത് എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് സൂക്ഷിച്ചേക്കും. ഇതിങ്ങനെ വെള്ളം തോരാനായിട്ട് ഇങ്ങനെ കൊട്ടയിൽ മാറ്റി വെക്കലത് കുറച്ച് നേരം. നമ്മൾ ഈ കഴുകിയെടുത്ത കൊടംപുളി നന്നായിട്ട് ചീന്തിയെടുക്കണം. അതിൻ്റെ ഉള്ളിലുള്ള കുരും വേസ്റ്റൊക്കെ കളയുക അല്ലേ? അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ചാൽ കുറേ കാലം ഉപയോഗിക്കാനൊക്കെ പറ്റും. കുറേ ഉപയോഗിക്കാമല്ലോ, ഒന്നും ആവില്ല. ഇതേപോലെയുള്ള ഗ്ലാസിൻ്റെ ഭരണിയിലാണല്ലേ ഇതിട്ടൊക്കെ. ഫൈബറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും പറ്റില്ല. പാത്രം തെറിച്ച് അതിൻ്റെ ഇതൊക്കെ വരും. പുളിയുള്ളതുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് ഓരോ ആവശ്യത്തിന് ഒരു കഷ്ണം ആ രീതിയിൽ നമ്മൾ മുറിച്ചിട്ട് ഇതേപോലെയുള്ള ഭരണിയിലാക്കിയിട്ട് വെക്കുക. പുക വിളിച്ച് വെക്കുമ്പോൾ പുകൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. അതില്ലാതെ ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിലാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാമല്ലോ അല്ലേ? കുറേ ഉപയോഗിക്കാം. 6 മാസം വരെയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇട്ടിട്ട്. നമുക്ക് മീൻകറിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ എന്തേ? അല്ല, കുമ്പളങ്ങ മോര് കറി വെക്കണതിൽ ഇതാണ് മോരിന് പകരമായിട്ട് ഈ പച്ച കൊടംപുളി അരപ്പൊക്കെ അത് ആ കുമ്പളങ്ങ കറിൻ്റെ അരപ്പിൽ അതിലിടാം. നമുക്ക് അതിൻ്റെ ഒരു റെസിപ്പി എടുക്കാം. കുമ്പളങ്ങ കറിയിൽ കുടംപുളി ഇട്ടിട്ട് മത്തി കറി വെക്കുമ്പോൾ മഴ ആകുമ്പോൾ അല്ലേ? അതിലുപ്പിടുക. ഇതേപോലെ കല്ലുപ്പാണ് ഇടേണ്ടത് അല്ലേ? എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പിന്നെയും വേറെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലേ? ഉപ്പിലിടുന്ന